അസ്സലാമു അലൈക്കും മർഹബൻ അഹ്ലം വസഹല. അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫഷ്യൻസിയുടെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ഏകദേശം 9 ചാപ്റ്ററുകൾ ലിറ്റററി ലെവലിലുള്ള, അപ്പം അതിൽ തെബിയത്തിനെ കുറിച്ച്, നേച്ചറിനെ കുറിച്ച്, പിന്നെ പുഴകളെ കുറിച്ച്, കടലിനെ കുറിച്ച്, അപ്പം അങ്ങനെ ലിറ്റററി രംഗത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട അറബി പദങ്ങൾ, പ്രയോഗങ്ങൾ, സാഹിത്യപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫഷ്യൻസിയുടെ പുസ്തകത്തിൽ പഠിച്ചത്. ഇത് അതിൻ്റെ രണ്ടാം ഘട്ടമാണ്. ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ഹൈ ലെവലിൽ നമ്മുടെ റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും ഒക്കെ കടന്നു വരേണ്ട പ്രയോഗങ്ങളും പദങ്ങളും മെത്തേഡുകളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫഷ്യൻസിയാണ്. കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫഷ്യൻസിൽ കാര്യമായിട്ട് ഈ പുസ്തകത്തിൽ പൊതുവെ നിങ്ങൾ കഴിഞ്ഞ തവണ കണ്ടതുപോലെ തന്നെ 2 ഘട്ടങ്ങളുണ്ടാകും. ഒന്ന്, വളരെ ഉഷാറായ രീതിയിൽ, വളരെ മികച്ച രീതിയിൽ മക്കാലകളും നസ്റുകളൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്നതായ മക്കാലകൾ. കഴിഞ്ഞ തവണ അത് കുറച്ചും കൂടി ലിറ്റററി ലെവലിലുള്ളതായിരുന്നു. ഇത്തവണ പക്ക നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആയ മക്കാലകളാണ് ഇതിലുള്ളത്. അതുപോലെ ആ മക്കാലകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ മക്കാലയുടെ മെത്തേഡും കമ്മ്യൂണിക്കേഷൻ്റെ മെത്തേഡും രണ്ടായിരിക്കും. ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവർക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി ഇസ്തിഫാമിയായ പ്രയോഗങ്ങൾ, ഇസ്തിഫാമി അദാത്തുകളൊക്കെ ഇട്ടിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുക. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മെത്തേഡും കൂടി രണ്ടും ഒരുമിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിലുള്ള എല്ലാ കണ്ടന്റുകളും, എല്ലാ ചാപ്റ്ററുകളും കണ്ടന്റ് ഓറിയന്റഡ് ആയ നസറിലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ കൂടുതൽ അറബി ലാംഗ്വേജുമായി പരിചയപ്പെടുന്ന, അറബി ലാംഗ്വേജിൽ എഴുതുന്ന, അറബി ലാംഗ്വേജിൽ സംസാരിക്കാൻ താല്പര്യമുള്ള, സംസാരിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള നല്ലൊരു ബൃഹത്തായ പുസ്തകമാണ് ഈ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫഷൻസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഒന്ന് എക്സാമിന് പ്രിപ്പയർ ആകണം, അത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മറ്റൊന്ന്, ഇതിലൂടെ ഏറ്റവും നമ്മൾ ലക്ഷ്യീകരിക്കുന്നത് എക്സാമിന് പ്രിപ്പയർ ആകുക എന്നുള്ളതല്ല. കാരണം ഇത് വളരെ ബൃഹത്തായ, മറ്റു യൂണിവേഴ്സിറ്റി MA സിലബസിലുള്ളതിനേക്കാൾ മികച്ച രീതിയിലുള്ള ഒരു ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രചനകളിൽ, നമ്മുടെ സംസാരത്തിൽ കൂടുതൽ പ്രൊഫഷ്യൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെനിഫിഷ്യൽ ആകണം എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ നമ്മളിതിൽ 3 രീതിയിലാണ് പരിചയപ്പെടുന്നത്. ഒന്ന്, മെത്തേഡ് ഓഫ് സിലബസ്. മെത്തേഡ് ഓഫ് സിലബസ് നേരത്തെ പറഞ്ഞു. ഒരു നെസർ ഉണ്ടാകും. ആ നെസർ, പിന്നെ ആ നെസറിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നെസറുമായി ബന്ധപ്പെട്ടത് തന്നെ ഒരു ഹിവാറാണ്. കാരണം ആ നെസറിൽ ഒരുപാട് കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടാകും. ഈ കണ്ടന്റുകളെയൊക്കെ നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റീവ് ലെവലിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതാണ് അതിൽ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഈ സിലബസ് വളരെ ബൃഹത്തായ രീതിയിൽ വ്യത്യസ്തമായ ഏരിയകളുണ്ട്. ഒരുപാട് രാജ്യങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്, ആ രാജ്യങ്ങളുടെ സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്, അവിടെ നടക്കുന്ന ഗവേണൻസ് പരിചയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല പിന്നെ ഒരുപാട് വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്, അപ്പോൾ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ പ്രയോഗിക്കേണ്ട പ്രയോഗങ്ങളെ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കേണ്ട രീതികളെ, കണ്ടന്റ്, വളരെ നല്ല മികച്ച കണ്ടന്റോട് കൂടിയാണ് ഈ സിലബസ് പ്രിപ്പയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വെറും ഒരു എക്സാം പ്രിപ്പറേഷൻ എന്നതിനപ്പുറത്ത് മറ്റുള്ള ഇടങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ കൂടിയാണ്. ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അപ്പൊ കണ്ടന്റ് വളരെ ബൃഹത്തായ ഒരു കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കണ്ടന്റിനെ നമ്മുടെ ജീവിത രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മറ്റു എഴുത്ത് സംസാര രംഗത്ത് എങ്ങനെ പ്രയോഗവൽക്കരിക്കാം എന്നതിന് ഉതകുന്ന രീതിയിൽ, എന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന നല്ല മികച്ച ആക്ടിവിറ്റീസുകൾ ഇതിലുണ്ട്. അപ്പൊ ഇതിന്റെ ഓരോ ചാപ്റ്റർ ഉണ്ടാകുമ്പോൾ 3 നെസറുകളും 3 മക്കാലകളും അതേപോലെ 3 ഹിവാറുകളും ഉണ്ടാകും. ആ 3 ഹിവാറിനും വ്യത്യസ്തമായ എക്സസൈസുകളുണ്ട്. മാത്രമല്ല ഈ എക്സസൈസുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു കോംപ്രഹെൻസീവായ എക്സസൈസും പിന്നെ അതിൻ്റെ പദാവലികൾ കൊടുത്ത ഒരു സെഷനുകളുണ്ട്. അപ്പോൾ ഈ പദങ്ങളൊക്കെ പ്രധാനപ്പെട്ട പദങ്ങളാണ് ഇതിലുള്ളത്. എക്സാമിലൊക്കെ അത് തന്നെയാണ് വരിക. അപ്പോൾ ഈ എക്സസൈസ് എക്സാമിന് ഉതകുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ആ നെസറിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രയോഗങ്ങൾ, ആ ഹിവാറിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വീണ്ടും റിവൈസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും അതിനെ പ്രായോഗികവൽക്കരിക്കാനുമുള്ള ഉതകുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ്. അപ്പോൾ ഈ സിലബസിന് നമ്മുടെ അറബി ഭാഷയുമായിട്ട് ഇടപെടുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് നമുക്ക് വളരെ പ്രാക്ടിക്കലായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഇതിലുള്ളത്. പല രീതിയിലുള്ള എക്സസൈസുകളുണ്ട്. ഇത് എല്ലാ ചാപ്റ്ററിലും വരുന്ന എക്സസൈസുകളല്ല, ചില ചാപ്റ്ററുകളിൽ കോമൺ ആയിട്ട് വരുന്ന ഇന്നോവേറ്റീവായ എക്സസൈസുകളാണ്. അപ്പോൾ ഇത് എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. 2 ലെവലിലാണ് ഇത് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുക. ഒന്നാമത്തത്
ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ അറബിക് എന്ന് പറഞ്ഞാൽ മുമ്പേ പണ്ട് മുതലേ കേട്ട് വരുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിൽ ആൻസർ ചെയ്യാവുന്നതിലല്ല. അപ്പോൾ ഒരു മക്കാല പഠിച്ചു, ആ മക്കാലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ മക്കാല പഠിച്ച ആൾക്കാണ് പെട്ടെന്ന് കിട്ടുക. അപ്പോൾ ഈ മക്കാല നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇത് നമ്മുടെ കോംപ്രഹെൻസീവ് ലെവലിൽ അല്ലെങ്കിൽ നമ്മുടെ കോംപ്രഹെൻസീവ് ഇൻ്റലിജൻസിനെ ചെക്ക് ചെയ്യുന്ന ഒരു ചെറിയ ടെസ്റ്റാണ്. അപ്പോൾ ആ പാരഗ്രാഫോ അല്ലെങ്കിൽ ആ ഒരു മക്കാലയോ മനസ്സിലെ ആളുകൾക്ക് മാത്രമേ അതിന് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എഴുതണമെന്നില്ല, ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. മറ്റൊന്ന് ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ അത് നമുക്ക് വായിച്ചിട്ട് നമ്മുടെ ഖിറാഅത്ത്, നമ്മുടെ വായന മനസ്സിലാക്കാനുള്ള അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന രണ്ട് എക്സസൈസുകളാണ്. അപ്പോൾ ഇത് രണ്ടിനും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വായന അല്ലെങ്കിൽ നിങ്ങളുടെ ആ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി ക്ലിയർ ആണ്. അപ്പോൾ അറബി വായിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടുന്നു. സ്റ്റാർട്ടിങ്ങിൽ വായിക്കുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, അത് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അത് ഇങ്ങനെ വായിച്ച് ഡെവലപ്പ് ആക്കേണ്ടതാണ്. മറ്റൊന്ന് ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ് ആണ്. ഇത് നമ്മുടെ കിതാബത്തിന്, നമ്മുടെ റൈറ്റിങ്ങിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, റൈറ്റിങ്ങിന് കൂടുതൽ എളുപ്പമാക്കുന്ന ഒരു വർക്കാണ്. ഈ ഒരുപാട് പദങ്ങൾ പഠിക്കും. ഒരു പക്ഷേ നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്. ഈ സിലബസ് മാത്രമല്ല, അറബിയിൽ ഒരുപാട് മക്കാലകൾ വായിക്കുന്നുണ്ട്, ഒരുപാട് ജേണലുകൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് കേട്ട വാക്കുകളും കേട്ട പ്രയോഗങ്ങളും പിന്നീട് വീണ്ടും നമുക്ക് ഡിക്ഷണറി നോക്കേണ്ട ആവശ്യം വരികയാണ്. കാരണം നമ്മൾ പ്രായോഗികരിക്കുന്നില്ല. നല്ല ഒരു സെന്റൻസുകൾ കണ്ടാൽ, നല്ലൊരു ഫിക്കറ കണ്ടാൽ അത് പിന്നെ മറ്റിടങ്ങളിൽ ഉപയോഗിക്കുമ്പോഴാണ് നെക്സ്റ്റ് ടൈമിൽ നമ്മളെ ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ സംസാരത്തിലേക്കും നമ്മുടെ എഴുത്തിലേക്കും വരിക. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്, ഒരു തംബ്രീനാണ് ഫോർമേഷൻ ഓഫ് സെന്റൻസസ്. നല്ല വാക്കുകൾ അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വാക്കുകൾ വെച്ചിട്ട് നമ്മൾ നമ്മുടേതായ ഒരു വാക്ക് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ശ്രമിക്കാം. ഇപ്പോൾ ഒരു വാക്ക് കണ്ടു അല്ലെങ്കിൽ ഒരു പ്രയോഗം കണ്ടു, അപ്പോൾ ആ പ്രയോഗത്തിന് പുസ്തകത്തിൽ കൊടുത്ത ഒരു സെന്റൻസ് ഉണ്ടാകും. അതുപോലത്തെ സെന്റൻസ് നമ്മൾ സ്വയം സംസാരിച്ചുകൊണ്ടോ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടോ അതുപോലെ നല്ലൊരു സെന്റൻസ് നിർമ്മിച്ചുകൊണ്ടോ നമ്മളതിനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മുടെ അറബി ഭാഷ കൂടുതൽ മികവുറ്റതാക്കാൻ സഹായകമാകും. മറ്റൊന്ന് ചേഞ്ച് ദ വെർബൽ സെന്റൻസ് ഇൻ ടു നോമിനൽ. ഇത് ഈ ലാംഗ്വേജിൻ്റെ പ്രത്യേകിച്ച് നഹ്വ് കാര്യങ്ങളൊക്കെ ശരിയാപ്പെടുത്താനാണ് ഇത് ഉപകരിക്കുക. ഒരു ഇസ്മിയായ സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇസ്മിയായ സെന്റൻസിനെ അതേ അർത്ഥത്തോടു കൂടെ ഫീലിയായ ജുംലയാക്കുക, അല്ലെങ്കിൽ ഫീലിയായ ജുംലയെ ഇസ്മിയായ ജുംലയാക്കുക. അപ്പോൾ അതിൻ്റെ നഹ്വിയായ കാര്യങ്ങൾ കുറച്ചും കൂടി കൃത്യമാകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കും, ഇവിടെ തെറ്റുണ്ടോ ഇല്ലയോ, മുഅന്നസാണോ മുദക്കറാണോ തസ്നിയാണോ ജം ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കാറില്ല എന്നുണ്ടെങ്കിലും എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കും. അപ്പോൾ ഈ വർക്ക് നമ്മുടെ നഹ്വിയ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഇല്ലാതിരിക്കാൻ സഹായിക്കും. പിന്നെ മറ്റൊന്ന് ട്രാൻസ്ലേഷനാണ്. അതാണ് നമ്മുടെ ഈ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ട്രാൻസ്ലേഷൻ മറ്റു സിലബസുകളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ അറബി ഇംഗ്ലീഷ് കൂടുതൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഇതിൽ കൊടുക്കുന്ന ഒരുപാട് പദങ്ങൾ മോഡേൺ ടൈംസിൽ അല്ലെങ്കിൽ മോഡേൺ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ മോഡേൺ അറബിക്കാണ്. അപ്പം മോഡേൺ അറബിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ജോബ് ഓറിയൻറ്റഡ് ആയ പല രംഗത്ത് നമുക്ക് കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആക്കും. അപ്പോൾ ഇത്തരം വർക്കുകൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയ ഒരു വർക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് പഠിക്കേണ്ടത്. എന്നാൽ മാത്രമേ എക്സാമിന് ഉപകാരപ്പെടും എന്നല്ല, നിങ്ങളുടെ ലൈഫിൽ ഈ അറബിക് ഫീൽഡിൽ വരുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഇത്ര റിസ്ക് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആകെ 3 ലെവലുള്ള ചോദ്യങ്ങളെ വരാറുള്ളൂ. ഒന്ന് സിമ്പിളായിട്ട് വാക്കുകളുടെ അർത്ഥം ചോദിക്കും, ഇംഗ്ലീഷ് എഴുതാനുള്ള. അത് പൊതുവേ വരാറുള്ളത് ഈ ഓരോ 9 ചാപ്റ്ററുകളാണുള്ളത്. ഈ ചാപ്റ്ററുകളുടെ അവസാനം ഇതിൽ ഏറ്റവും നല്ല വാക്കുകൾ എടുത്ത് അവർ കൊടുത്തിട്ടുണ്ട്. 1 പേജോ 2 പേജോ ഉണ്ടാകും. അതിൽ നിന്ന് മാത്രമാണ് എക്സാമിൽ വരികയുള്ളൂ. 10 മാർക്കിൻ്റെ ചോദ്യം അങ്ങനെ ഉണ്ടാകും. പിന്നെ 2 ചോദ്യങ്ങൾ, ഒന്ന് ഷോർട്ട് ആൻസറും പിന്നെ ഒന്ന് ലോങ് ആൻസറാണ്. ഏകദേശം അറബി എഴുതാൻ അറിയുന്ന ഒരാൾക്ക് ബേസിക് ആയ ഒരു നോളജ് ഉണ്ടെങ്കിൽ എഴുതാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഷോർട്ട് ആൻസറിലും ലോങ് ആൻസറിലും ഉണ്ടാകുക. അപ്പോൾ അത് ഈ എക്സാമിൽ ഈ പുസ്തകത്തിൽ നിന്ന് കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ മാത്രം ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ പുസ്തകം നമ്മുടെ അറബിക് ഫീൽഡിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അറബിക്കുമായി ബന്ധപ്പെടുന്ന എല്ലാ രംഗത്തും നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫ്രൂട്ട്ഫുൾ ആകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു വർക്കാണ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം. വെറും എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രമാത്രം പഠിക്കാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനൊന്നുമില്ല. ഏകദേശം ഒരു ബേസിക് അറബിക് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് പാസ്സാകുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്
കരിയറിൽ ഏറ്റവും ഡെവലപ്പ് ആകുന്ന രീതിയിൽ തയ്യാറാക്കപ്പെട്ടൊരു പുസ്തകമാണ് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം എന്നാണ് ആദ്യമേ പറയാനുള്ളത്. പിന്നെ ഇതിലെ കണ്ടന്റുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമ്മളൊരു ഈ പുസ്തകം തുടങ്ങുമ്പോൾ ഈ പുസ്തകത്തിൽ എന്തൊക്കെയുണ്ട് എന്നൊരു ആശങ്ക അകറ്റാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ചാപ്റ്റർ ദൗറുൽ ഹാസൂബി ഫി ഹയാത്തിന, കമ്പ്യൂട്ടർ എന്ന് ഒക്കെ വന്നു. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ലിമാദ യഹ്തമുന്നാസു ബിൽ ഹാസൂബി, എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനെ കൂടുതൽ പരിഗണിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര ആവശ്യം നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു എസ്സേ ഉണ്ടാകും, എസ്സേ ഉണ്ട്. ആ എസ്സേയിൽ ഒരുപാട് കണ്ടന്റ് ഓറിയന്റ് നല്ല പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണോ നമ്മൾ എന്തിനാണോ എസ്സേ വായിക്കുന്നത് അതേ കണ്ടന്റുകൾ ഉൾക്കൊള്ളിച്ചതായ കണ്ടന്റ് മാത്രം പരത്തി നീട്ടി വലിച്ച് പറയുന്ന ആ ഒരു മെത്തേഡൊക്കെ ഒഴിവാക്കിയിട്ട് കണ്ടന്റ് മാത്രം വെച്ചുകൊണ്ട് നല്ല അറിവൊക്കെ ഉള്ള നല്ല മക്കാലകളാണ്. അതിൻ്റെ കീഴിലെ ഖസായസ് അജിഹിദത്തിൽ കമ്പ്യൂട്ടറിൻ്റെ ടൂളുകൾ, അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടറെല്ലാം ഫാസ്റ്റാണ്, അതേപോലെ ദിഖ്ഖത്ത് സൂക്ഷ്മത, അതേപോലെ ഇജ്തിഹാദൊക്കെ മനുഷ്യന്മാർക്ക് പിഴവ് പറ്റുമെങ്കിലും കമ്പ്യൂട്ടറിന് പറ്റില്ല എന്ന രീതിയിലൊക്കെയുള്ള ഒരു വിശദീകരണങ്ങൾ ആ മക്കാലയിൽ പറയുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടറിന്റെ ഉപകാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ തഹ്സീനുൽ ബയാനാത്ത്, നമ്മൾ കമ്പ്യൂട്ടറിന് ഡാറ്റ കൊടുത്താൽ ആ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം, ആ സ്റ്റോറേജിന്റെ കപ്പാസിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ തൗഫീറുൽ വഖ്ത്, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുന്നു. പിന്നെ ജനിയുൽ അംവാൽ, ഇന്ന് ആധുനിക കാലത്ത് എക്കണോമിക്കൽ ഏണിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് കമ്പ്യൂട്ടർ. പിന്നെ ഇതിന്റെ നേരത്തെ പറഞ്ഞതൊക്കെ പോസിറ്റീവ്സ് ആണ്, ഞാൻ നെഗറ്റീവ്സ് കൂടി പറയുന്നുണ്ട്. ഹെൽത്തിയായ പ്രശ്നങ്ങൾ, പ്രോബ്ലംസുകൾ, പേഴ്സണലായ ഇഷ്യൂസുകൾ, അതേപോലെ റിലീജിയസ് ആയ കുറേ കൺസേണുകളൊക്കെ ഈ കമ്പ്യൂട്ടർ ഉപയോഗത്തിലൂടെ വരുന്നുണ്ട് എന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു എസ്സേ എഴുതുമ്പോൾ നമുക്ക് കിട്ടേണ്ട നല്ല നല്ല പ്രയോഗങ്ങൾ, വാക്കുകളൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അടുത്ത ചാപ്റ്ററാണ് അൽ-ഉലൂം വ-ടെക്നോളജിയ, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി. അപ്പോൾ അതിൻ്റെ കീഴിൽ മജാലാത്തുൽ ഇസ്തിഖ്ദാമി ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അതിൻ്റെ ഫീൽഡുകൾ, ഏരിയകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ അത് എഡ്യൂക്കേഷൻ രംഗത്ത്, കമ്മ്യൂണിക്കേഷൻ രംഗത്ത്, അതേപോലെ ഇലക്ട്രോണിക് ട്രേഡ് രംഗത്ത്, ട്രേഡ് രംഗത്ത്, പിന്നെ ഹെൽത്ത്, മെഡിസിൻ, അതുപോലെയുള്ള എല്ലാ രംഗത്തും ടെക്നോളജിയെയും IT എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന വിഷയങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യണത്. പിന്നെ അതിൽ ഇജാബിയാത്ത് ചർച്ച ചെയ്യുന്നുണ്ട്, ഇജാബിയാത്ത് പോസിറ്റീവ്സുകൾ ചർച്ച ചെയ്യുന്നുണ്ട്, അതേപോലെ സെൽബിയാത്തുകളും ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ദക്കാഉൽ ഇസ്തിന, ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. നമുക്ക് ഒരുപാട് മക്കാലകളിലൊക്കെ എക്സാമുകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഈ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ നമുക്ക് അറിയേണ്ടതായി വരും. അപ്പോൾ അതൊക്കെ ഈ എസ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ തത്തവൂർ എന്ന ഡെവലപ്മെന്റ് ആണ്. പല ഹെഡിങ്ങുകളിലും എസിന്റെ ഹെഡ് ടോപ്പിക്കൊക്കെ കൊടുക്കാറുണ്ട്. തത്തവൂറാത്ത്, ഇതിന്റെ ഡെവലപ്മെന്റ്സുകൾ, തത്തവൂറാത്ത് ദക്കാലിസ്തിനായി ഫിൽ അസ്റുൽ ഹദീസ്. അപ്പോൾ തത്തവൂർ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഇത് ഡെവലപ്പ് ആയത് എന്നതൊക്കെ അതിന് ചർച്ച ചെയ്യുന്നു. അൻവാഉഹ്, അതിന്റെ ഇനങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ AI ഫ്യൂച്ചർ എങ്ങനെയാണ്, ഇതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്തത് അൽ-ഇത്തിസാലത്തുൽ ബഈദ്, അത് റീസെന്റ്ലി ഉണ്ടാക്കിയ പുസ്തകമാണ്. അതുകൊണ്ടാണ് ഈ അടുത്ത് നമ്മൾ ചർച്ച ചെയ്ത ടോപ്പിക്കുകളൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കണ്ടന്റും ഈ റീസെന്റ്ലി ആയി സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുക്കുന്നത്. പിന്നെ അടുത്തത് അൽ-ഇത്തിസാലത്തുൽ ബഈദ്, ടെലികമ്മ്യൂണിക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ടെലികമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ടൂൾസുകൾ, മെത്തേഡുകൾ എന്തൊക്കെയാണ്, പിന്നെ നിസാമു തഹദീദുൽ മവാഖിൽ ആലമിയ, ഈ വേൾഡ് സൈറ്റുകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഈ ഷാർപ്പനിങ് ആയ അതിൻ്റെ മെത്തേഡുകൾ, പിന്നെ മൊബൈൽ ഫോണ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പോസിറ്റീവ്സ്, അതിൻ്റെ നെഗറ്റീവ്സ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ രീതികളൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ ഇപ്പോൾ ബ്ലോഗ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വല്ല കമന്റുകളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് വാക്കുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്തരം നല്ല ഫിഗറുകളൊക്കെ ഇതിന് നമുക്ക് കിട്ടും. പിന്നെ അടുത്തൊരു ചാപ്റ്ററാണ് അൽ ബർലമാൻ ഹിന്ദ്, ഇന്ത്യൻ പാർലമെന്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഏരിയകളാണ്. ഇനി അടുത്തത് ഈ പാർലമെന്റ്, പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടുന്നു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട നിസാമുൽ ഹുക്മ ഫിൽ ഹിന്ദ്, ഇന്ത്യയുടെ ലോ സിസ്റ്റം എങ്ങനെയാണ്. പിന്നെ അൽ ഹിന്ദു ദൗല ദാത്ത് നിസാമിൻ ബർലമാനിൻ, പാർലമെന്ററി സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ പാർലമെന്ററി സിസ്റ്റം നടന്നു പോകുന്നത്. പിന്നെ മജ്ലിസ് ഷഅബ്, പാർലമെന്റ് അംഗങ്ങൾ, അതിന്റെ പാർട്ടികളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തും. പിന്നെ എങ്ങനെയാണ് ലജനത്തുൽ ഇന്തിഖാബാത്തുൽ ഹിന്ദിയ, ഇന്ത്യയിലെ ഇലക്ഷൻ പ്രൊസീജിയർ, ഇലക്ഷൻ കമ്മിറ്റി, ഇലക്ഷൻ നടക്കുന്ന രീതികൾ, അതിന്റെ സിസ്റ്റങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നു.
പിന്നെ നാഹിബീൻ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഇലക്ഷൻ സമയത്ത് കാൻഡിഡേറ്റ്സിന് അവർക്ക് അത്യാവശ്യമായ അവർ പാലിക്കേണ്ട നിയമങ്ങൾ, പിന്നെ റിഹില തഅലീമിയ ജൗല ഫി മബ്നുൽ ബർലമാൻ, പാർലമെന്റ് ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ പാർലമെന്റ് ബിൽഡിങ്ങിലൂടെയുള്ള ഒരു കറക്കം, ആ പാർലമെന്റ് ബിൽഡിംഗ് നിർമ്മിച്ചത്, അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, അതിന്റെ പില്ലേഴ്സുകൾ, അതുമായി ബന്ധപ്പെട്ട ജോഗ്രഫിക്കൽ ലാൻഡ്സ്കേപ്പ് ഏരിയകളൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയെക്കുറിച്ചായിരുന്നു. ഇനി അടുത്ത ചാപ്റ്റർ ഉള്ളത് അൽ ഉമമുൽ മുത്തഹിദ, UN കുറിച്ചാണ്, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്ന അർബാത്ത് അഹ്ദാഫ് ലിൽ ഉമമുൽ മുത്തഹിദ, UN പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകൾ, ലക്ഷ്യങ്ങൾ. പിന്നെ ബഅദുൽ മുഅസ്സസാത്ത് ലിൽ ഉമമുൽ മുത്തഹിദ, UN കീഴിൽ ഒരുപാട് വ്യത്യസ്തമായ ഏരിയകളിൽ സംഘടനകളുണ്ട്, ആ സംഘടനകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സംഘടനകളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഈ പൊതുവെ എക്സാമിൽ, പ്രത്യേകിച്ച് നെക്സ്റ്റ് എക്സാമിൽ, പിന്നെ കേട്ടറ്റ് എക്സാമിലുകളിലൊക്കെ അറബി ട്രാൻസ്ലേഷന്റെ സമയത്ത് ഈ സംഘടനകളുടെ പേര് കൊടുത്തിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പൊതുവെ ഉണ്ടാവില്ല, UNO, യുണിസെഫ്, ഇത്തരത്തിലുള്ള സംഘടനകളുടെ ഒക്കെ പേരുകളാണ്. അപ്പോൾ ആ പേരുകളുടെ അറബി നമുക്ക് പഠിക്കുന്നത് ഉപകാരമായിരിക്കും, അതൊക്കെ ഇതിൽ കിട്ടും. ഇതിൽ പ്രത്യേകിച്ച് മുനദ്ദിമത്തു സിഹത്തുൽ ആലമിയ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, അതിന് അറബിയാണ് മുനദ്ദിമത്തു സിഹത്തുൽ ആലമിയ. പിന്നെ സുന്ദൂഖുൽ മുത്തഹിദ, വേൾഡ് ഫണ്ട് തുഫൂലത്തി വഗൈറ, അതാണ് യൂണിസെഫിന്റെ അറബിയാണ്. പിന്നെ ദൗറുൽ ഉമമിൽ മുത്തഹിദ വ ഖളിയത്തു ഫലസ്തീൻ, UN അതുപോലെ ഫലസ്തീൻ ഇഷ്യം, ഫലസ്തീൻ ഇഷ്യം ഇടപെടുന്നുണ്ടോ, എന്തുകൊണ്ടാണ് UN ഇടപെടാത്തത്, അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ റീസെൻ്റ്ലി പലയിടത്തും അറബി എസ്സേകളൊക്കെ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ അടുത്തത് അമേരിക്കയെ കുറിച്ചാണ്. അൽ വിലായത്തുൽ മുത്തഹിദ അൽ അമേരിക്ക, USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അവിടെയുള്ള ഹുക്കുമു സിയാസി ഫിൽ വിലായത്തുൽ മുത്തഹിദ, അമേരിക്കയിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ്, അതേപോലെ അൽ വിലായത്തുൽ മുത്തഹിദ അംരീക്കിയ ആലമുൽ ഹുൽമി വൽ അജായിബി, സ്വപ്നങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഒക്കെ നാടാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ, അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്ര ആളുകൾ ഫോക്കസ് ആക്കുന്നത്, എന്താണ് അമേരിക്കയുടെ പ്രത്യേകതകൾ എന്നൊക്കെ വിശദീകരിക്കും. അതിൽ പറയുന്ന കാര്യങ്ങൾ തഫവ്വുഖുൽ വിലായത്തുൽ മുത്തഹിദ അൽ ഇഖ്തിസാദി, എക്കണോമിക്കലി എങ്ങനെയാണ് അമേരിക്ക ഡെവലപ്പ് ആയത്, തഫവ്വുഖ് എന്ന് പറഞ്ഞാൽ നല്ല ഉന്നതയിൽ, അത് എന്തുകൊണ്ടാണ് ഇത്ര ഡെവലപ്പ് ആയത് എന്ന് ചർച്ച ചെയ്യുന്നു. പിന്നെ സൂഖുൽ അസ്ഹും അമേരിക്ക, അമേരിക്കയുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച്, അതേപോലെ ഇദാറത്തു നാസ വ ഇൻജാസാത്തിഹ, നാസ അല്ലേ, സ്പേസ് ഓർഗനൈസേഷനാണ് നാസ. അപ്പോൾ നാസയുടെ അതിൻ്റെ പദ്ധതികൾ, അവരെന്തൊക്കെയാണ് ഇവിടെ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, അൽ ഫളാഇ എയറോനോട്ടിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് നാസ നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച്. പിന്നെ അൽ ഖുവത്തുൽ അസ്കരിയ ലിൽ വിലായ മുത്തഹിദ, UN ഈ ആർമി, അതിൻ്റെ പവർ കപ്പാസിറ്റികളെ കുറിച്ച്. പിന്നെ അൽ മവാരിദു തബിഅ, നാച്ചുറൽ റിസോഴ്സുകളെ കുറിച്ച്. പിന്നെ ഹോളിവുഡ് സിനിമാ രംഗത്തുള്ള ഹോളിവുഡിൻ്റെ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല മുസ്ലിമൂന ഫി വിലായത്തുൽ അമേരിക്ക, അമേരിക്കയിൽ മുസ്ലിങ്ങൾ ഉണ്ടോ, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അവിടെ എന്തൊക്കെയാണ് അവിടെ അവസ്ഥ, സിറ്റുവേഷൻസ്, എങ്ങനെയാണ് അവിടെ ഇസ്ലാം സ്പ്രെഡ് ആയത്, ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തൊക്കെ കണ്ടന്റ് ഓറിയന്റഡ് ആയ എസ്സകളാണ്. ഇനി അടുത്തൊരു ഏരിയ ഉള്ളത് ചാപ്റ്ററുകളാണ്. അടുത്ത ഏരിയ അൻഹാർ. കഴിഞ്ഞ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫഷൻസിയിൽ ഏകദേശം ഇത്തരം വിഷയങ്ങളായിരുന്നു. അപ്പോൾ അതിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഒരു മനുഷ്യൻ നേരെ കണ്ടുമുട്ടുന്നു, അപ്പോൾ അവിടെ അതൊക്കെ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ അതിൻ്റെ കുറച്ചും കൂടി കണ്ടന്റ് ഓറിയന്റഡ് രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അൻഹാർ. അപ്പോൾ ഇതിൽ അൻഹാറുൽ അഹ്മിയത്തുൽ അൻഹാർ ഫി മുമാറസത്തുൽ അൻഷിത തിജാരിയ വൽ ഇഖ്തിസാദിയ, എക്കണോമിക്കൽ ആൻഡ് ട്രേഡ് കൊമേഴ്ഷ്യൽ രംഗത്ത് പിന്നെ ഈ ആക്ടിവിറ്റീസുകൾ പ്രാക്ടീസിങ്ങൾ ആവശ്യമുണ്ട് ഈ റിവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. പിന്നെ മ്യൂസിക്, അദബ്, ബാക്കിയുള്ള ആർട്ടുമായിട്ടൊക്കെ ഉള്ള നദികളുടെ ബന്ധങ്ങൾ, സിവിലൈസേഷനെ ബന്ധപ്പെട്ട ചർച്ചകളാണ്. സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നദീതീരങ്ങളിലൊക്കെയാണല്ലോ. പിന്നെ ഖീമത്തുൽ അൻഹാർ ഫിൽ ഹലാറ അൽ ഇൻസാനിയ, മനുഷ്യന്റെ സിവിലൈസേഷനിൽ ഈ നദികൾ വഹിച്ച പങ്കുകൾ, അതിൻ്റെ ഇമ്പോർട്ടൻസുകൾ, അതിൻ്റെ വാല്യൂ എത്രയാണ്. പിന്നെ തഹദിയാത്ത് അല്ലതി തുവാജുൽ അൻഹാർ, ഇന്ന് നദികൾ എൻവറോൺമെന്റുമായി ബന്ധപ്പെട്ട് അവർ നദികൾ മുന്നിടുന്ന അല്ലെങ്കിൽ നേരിടുന്ന പ്രായോഗികമായ വെല്ലുവിളികൾ, തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ചലഞ്ചസുകൾ എന്തൊക്കെയാണ് എന്നാണ്. തഹദിയാത്ത് എന്ന് പറഞ്ഞാൽ ചലഞ്ചസ് ആണ്. പൊതുവെ എസ്സയിലേക്ക് വരുന്ന ഒരു വേർഡാണ് തഹദിയാത്ത്. പിന്നെ അടുത്തത് ഒരു ലാസ്റ്റ് ചാപ്റ്റർ ആണ് അൽ അനാഷീദുൽ വത്തനിയ, ഈ നാഷണൽ സ്ലോഗൻ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ മൻബൗൽ അനാഷിദുൽ വത്തനിയ, അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ദൗറുൻ നഷീദ് അൽ വത്തനി,
ഫിൽ ഹഫലാത്ത് മുനാസബാത്ത് റസ്മി ഒഫീഷ്യൽ പ്രോഗ്രാമുകളിലും ഒഫീഷ്യൽ സദസ്സുകളിലൊക്കെ ഇത് എങ്ങനെയാണ് നമ്മൾ ചെല്ലേണ്ടത്, അതിൻ്റെ ടൈം, അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ട്. പിന്നെ താലം ബാദുൽ അനാഷിദ് വത്തനിയ, മറ്റു ചില നാഷണൽ ശ്ലോകങ്ങളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചാപ്റ്ററുകളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു എക്സാം ഓറിയൻറ്റഡ് ആയ ക്ലാസ്സോ അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു പുസ്തകമല്ല. നമ്മുടെ ലൈഫിൽ അറബിക്കുമായി ബന്ധപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് റിട്ടണിൽ, ഇതിൽ കമ്മ്യൂണിക്കേഷനേക്കാളും കൂടുതൽ നല്ല നല്ല പ്രയോഗങ്ങൾ വരുന്നത് റിട്ടണിലാണ്. കമ്മ്യൂണിക്കേഷനിൽ ഇത്തരം ഹാർഡായ അല്ലെങ്കിൽ ഇത്തരം നല്ല നല്ല പ്രയോഗങ്ങൾ പ്രയോഗിക്കേണ്ടതായ ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് സംസാരിച്ചാൽ മതിയാകും. പക്ഷേ അല്ല, ഒഫീഷ്യലായിട്ട് റസ്മിയായ രീതിയിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, മക്കാല എഴുതണമെന്നുണ്ടെങ്കിൽ, പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നല്ല അറബികൾ, നല്ല കൃത്യമായ പ്രയോഗങ്ങൾ, പല വാക്കുകളും നമുക്കറിയാമായിരിക്കും. പക്ഷെ അത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോഴോ ആ വേർഡ് ഫിറ്റാകുന്നത് പോലെ ചിലപ്പോൾ അറബിയിൽ അത് ഉപയോഗിക്കുമ്പോൾ ഫിറ്റായിക്കൊള്ളുന്നില്ല. അപ്പം എങ്ങനെയാണ് ഈ വാക്ക് എവിടെയാണ് ആപ്റ്റ് ആകുന്നത്, ഈ വാക്ക് ഏത് കോൺടെക്സ്റ്റിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഈ വായനയിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം ആ രീതിയിൽ ഒരു പ്രായോഗികമായ അറബിയെ നമുക്ക് ഡീൽ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് ഇത് നിങ്ങൾ പഠിക്കേണ്ടത്. ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതും എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ബാക്കി ക്ലാസ്സുകളിലൊക്കെ വരും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കുകയാണ്. ശുക്രൻ, ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.